ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കാമത ഏകാദശിയാണ്, അതായത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ഈ ഏകാദശി വ്രതം നോക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുകയും എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെല്ലാം ശമിപ്പിച്ച് നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. ഹരിവാസര സമയം ഇന്ന് 3:30 PM മുതൽ നാളെ അതിരാവിലെ 3:39 AM വരെയാണ്. അതായത് 9-ാം തീയതി. പാലന വിടുന്നത് നാളെ രാവിലെ 6:15 മുതൽ 8:44 വരെയാണ്. കാമത ഏകാദശി വ്രതകഥ ഇന്നും ശ്രവിക്കുന്നത് ഒത്തിരി ഗുണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഏകാദശി കഥ പൂർണ്ണമായി പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഇതിൻ്റെ 2ാം ഭാഗം കൂടി കേൾക്കേണ്ടതാണ്. ഈ പുണ്യകഥ കേൾക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് കാരണമാവുന്നതാണ്. വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രദേവൻ്റെ പ്രപിതാമഹനായ ദിലീപ് മഹാരാജാവിനോട് കഥ പറയുന്ന രീതിയിലാണ് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് കാമത ഏകാദശി വ്രതകഥ പറയുന്നത്. ആ കഥ ഇപ്രകാരമാണ്. പുണ്ടരീകൻ എന്ന മഹാരാജാവ് രത്നപുരി വാണിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹചരന്മാരായി ഒത്തിരി കിന്നരന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും ഉണ്ടായിരുന്നു. അതിൽ ഒരു അപ്സര സ്ത്രീയായിരുന്നു ലളിത. വേറൊരു ഗന്ധർവനായിരുന്നു ലളിത്. ലളിതയും ലളിതും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം മഹാരാജാവിൻ്റെ സദസ്സിൽ ലളിതും മറ്റ് ഗന്ധർവന്മാരും പാട്ടുപാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലളിതയുടെ അസാന്നിധ്യം കാരണം ലളിതിൻ്റെ ശ്രുതിയും എല്ലാം തെറ്റിപ്പോയി. ലളിത് പാട്ടുപാടുകയും അത് കാർക്കോടകൻ എന്ന സർപ്പം പുണ്ടരീക മഹാരാജാവിനെ അറിയിക്കുകയും ചെയ്തു. കോപാകുലനായ അദ്ദേഹം ഗന്ധർവനെ ശപിക്കുകയും അദ്ദേഹം ഭീമാകാരനായ ഒരു നരഭോജിയായ രാക്ഷസനായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അപ്രകാരം ലളിത് ഒരു ഭീകര നരഭോജിയായ രാക്ഷസനായി തീർന്നു. ഇത് കണ്ട് ലളിതയ്ക്ക് വളരെ സങ്കടമായി. അവർ